ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ളത് ലസ്റ്റ് ഓർ ലവ്, യഥാർത്ഥത്തിലുള്ള ലവ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, അല്ലെങ്കിൽ ഫിസിക്കലി തോന്നിയിട്ടുള്ളൊരു അട്രാക്ഷൻ ആണോ, അത്തരത്തിലുള്ളൊരു ബന്ധമാണോ നിങ്ങളുടേതെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമെല്ലാം ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ജസ്റ്റ് ഒരു ക്രഷ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രഷായിരുന്നു. ആദ്യം ഒരു ടൈം പാസ് ആയിരുന്നു, ഫ്ലേട്ടിംഗ് ആയിരുന്നു, നല്ല രീതിയിൽ ഫ്ലേട്ടിംഗ് അറിയാവുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യമെല്ലാം അവർക്ക് ജസ്റ്റ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, അല്ലെങ്കിൽ ഒരാൾ അപ്പുറത്ത്, ഒരു ഫോണിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാൾ വേണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ എല്ലാത്തിനും ഒരാൾ എന്നുള്ള രീതിയിൽ, ഒരു ജസ്റ്റ് ടൈം പാസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. പക്ഷേ ഇവിടെ കണ്ടില്ലേ, സ്വീറ്റ് ഹാപ്പിനെസ് ആണ് ലിറ്റിൽ ട്രിക്കേഴ്സ്. അത് അപ്രൈറ്റ് അല്ല വന്നത്. അപ്രൈറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലസ്റ്റ് ആയിരുന്നു എന്നുള്ളത്. പക്ഷെ അല്ല, ഫസ്റ്റ് ലസ്റ്റ് ആയിരുന്നു അവരുടെ ഉദ്ദേശം, അല്ലെങ്കിൽ ഫസ്റ്റ് എന്നുള്ള അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സിൻസിയർ ലവോ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു ആദ്യ സ്റ്റേജിൽ തന്നെ ഇവരുമായിട്ട് ഭയങ്കരമായിട്ട് സിൻസിയർ ആയിട്ട് തന്നെ അടുത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് അങ്ങനെയുള്ളൊരു ഫീലിങ്സ് ആയിരുന്നില്ല. പക്ഷേ പോകെ അവർക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു അടുപ്പം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള വഴക്കുകളും, ഇവിടെ സോഴ്സ് എനർജിയാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. 7 ഓഫ് സോഴ്സ്, 2 ഓഫ് സോഴ്സ്, 9 ഓഫ് സോഴ്സ് ആൻഡ് 8 ഓഫ് സോഴ്സ്. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, ആ ഒരു പേഴ്സണും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് വഴക്കുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ. എങ്ങനെയൊക്കെ നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ പോയിട്ടുണ്ടെങ്കിലും എഗെയിൻ നിങ്ങൾ വീണ്ടും ഇതിലേക്ക് റീകണക്റ്റ് ആകുന്നുണ്ടായിരിക്കും. ടോട്ടലി അവിടെ എൻ്റെ പാവുന്നില്ലായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ ഇത് നിങ്ങൾ വിചാരിക്കും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി ഇതൊരു കണക്ഷനിലേക്ക് വരില്ലായിരിക്കുന്നു. പക്ഷെ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ വീണ്ടും കൂടിച്ചേരുന്നുണ്ടായിരിക്കും ഈ ഒരു ബന്ധത്തിലേക്ക്. സോ അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു സ്നേഹം, അല്ലെങ്കിൽ ലവ് ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ്. ഇങ്ങനെയുള്ള ലസ്റ്റ് ഫീലിങ്സ് ഉള്ള ഒരു വ്യക്തിക്ക് നിങ്ങളല്ലെങ്കിൽ വേറൊരാൾ അത്രയും അവർ ചിന്തിക്കുള്ളൂ. ഓക്കെ, പക്ഷെ അവർക്ക് നിങ്ങളടുത്ത് ആ ഒരു അങ്ങനെയുള്ളൊരു ഫീലിങ്സ് മാത്രമല്ല, ഇപ്പോൾ അവർ ഇമോഷണലി കൂടി നിങ്ങളുടെ അടുത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ അത് പുറമേക്ക് അവരുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. ആ ഒരു ജാതി ഇപ്പോൾ ആദ്യം കാണിച്ചിരുന്ന ഒരു സ്നേഹം എന്നായിരിക്കും ഇപ്പോൾ ഒരു പരിക്കൻ സ്വഭാവത്തിലൂടെ ആയിരിക്കും അവർ പോകുന്നുണ്ടായിരിക്കുക. പല രീതിയിലുള്ള അവഗണന, അല്ലെങ്കിൽ അവർക്ക് വിളിക്കാൻ പറ്റുന്ന സമയത്താണെങ്കിലും വിളിക്കാതിരിക്കുക, അങ്ങനെയുള്ളൊരു എനർജിയൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഈഗോ ഇഷ്യൂ കാണുന്നുണ്ട്. അവർക്കെന്താ ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം എപ്പോഴെപ്പോഴും, അങ്ങനെയുള്ളൊരു ഈഗോ ഇഷ്യൂ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. സോ എന്നാൽ പോലും അവർക്ക് നിങ്ങളെ ലൈഫിൽ വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട്. നിങ്ങൾ എത്രയൊക്കെ അടിപിടി കൂടി പോയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ വേണം. കണ്ടില്ലേ, 4 ഓഫ് സോഴ്സ് ഇവിടെ വന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ആ ഒരു വ്യക്തി നിങ്ങളെ എങ്ങനെയൊക്കെ നിങ്ങൾ അകന്നു പോകുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അവർ അകന്നു പോയ പോലെ നിൽക്കുന്നുണ്ടെങ്കിലും അവർ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നുണ്ട് നിങ്ങളെ എന്നുള്ളതിൻ്റെ തെളിവാണ് 4 ഓഫ് വാൺസ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ അവിടെ നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് ലസ്റ്റ് അല്ല, എന്തായാലും ലവ് തന്നെയാണ്. പക്ഷെ ചില സമയത്ത് അവർക്ക് ഇതൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ സർക്കിളിലുള്ള ഒരു ലവ് റിലേഷൻഷിപ്പാണ്. സോ ഓഫ് സിറ്റുവേഷൻ അതിൽ തുടങ്ങി ഓൺ സിറ്റുവേഷനിൽ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാഫ് ഫോർച്യൂൺ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഹാഫ് ഇതിൽ കഴിയുമ്പോൾ കൂടുതലും അതൊരു ലസ്റ്റ് സിറ്റുവേഷനിലേക്ക് കടക്കും. ഭയങ്കരമായിട്ടുള്ളൊരു അടിപിടി ബഹളം കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ളൊരു സർക്കിളിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. ഏറെക്കുറെ എന്താ പറയുക, മന്ത്ലി ഒരു വട്ടെങ്കിലും നിങ്ങൾ തല്ലുപിടിക്കാതെ അല്ലെങ്കിൽ വഴക്ക് കൂടാതെ ഇരിക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ വീക്കിലി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വഴക്ക്.
എപ്പോഴും അങ്ങനെയുള്ളൂ ഇത്. അല്ലെങ്കിൽ മന്ത്ലി ഫസ്റ്റ് 15 ഡേയ്സ് എന്ന് പറയുമ്പോൾ മന്ത്ലി ഒരു 15 ഡേയ്സ് നല്ലതാണെങ്കിൽ ബാക്കി 15 ഡേയ്സ് ഒരു ഇതിലായിരിക്കും എന്നുള്ള രീതിയിലേക്ക് ഒരു സർക്കിൾ ഉണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്. ആ സർക്കിളിൻ്റെ ഹാഫ് ഭാഗം എന്ന് പറയുന്നത് നല്ലതും ഹാഫ് ഭാഗം ഇപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിൽക്കുന്ന ഒരു ഇതിലാണ്. അപ്പോൾ അതിൻ്റെ സർക്കിൾ റൗണ്ട് ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ നെഗറ്റീവ് ഷെയ്ഡിൽ എത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ നിൽക്കാൻ ശ്രമിച്ചാലും ആ ഒരു നെഗറ്റിവിറ്റിയിൽ കൂടെ തന്നെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. ആ നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ ഈ കർമ്മ എന്ന് പറയുന്നത് ഏറെക്കുറെ പേർക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് പേര് ഫിനാൻഷ്യലി കൂടി ഇവിടെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും. എന്നാലും നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പണയം വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ രക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ അവർ സന്തോഷിക്കണം, അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടരുതെന്നുള്ള രീതിയിലേക്ക്, അവരുടെ സ്നേഹം എന്നുള്ള രീതിക്ക് നിങ്ങളത് സഹായിക്കുന്നുണ്ടായിരിക്കണം. സോ അതെല്ലാം അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു കിങ് അല്ലെങ്കിൽ ക്യൂൺ എന്നുള്ളൊരു സ്ഥാനം അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ അവരുടെ ഫീലിങ്സിൽ എന്തായാലും നിങ്ങളോടുള്ളത് ലൈക്ക് നല്ലൊരു ഫീലിങ്സ് ആണ്. ലസ്റ്റ് ഫീലിങ്സ് എനിക്കിവിടെ കിട്ടിയിട്ടില്ല. ലവ് ഫീലിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഇതിൽ വരുന്നത്. ആൻഡ് സം ലെറ്റേഴ്സ് ഐ ആം ഗെറ്റിംഗ് ഹിയർ കെ ആൻഡ് അഗെയിൻ പി എന്ന് പറയുന്നത് എന്താ പറയുക, എനിക്ക് കഴിഞ്ഞ റീഡിങ്ങിലും അങ്ങനെയുള്ളൊരു അക്ഷരം കിട്ടിയിരുന്നു. കെയും പിയും നന്നായിട്ട് കിട്ടുന്നുണ്ട് എനിക്കിവിടെ. അതിനർത്ഥം കെയും പിയും മാത്രം ഉണ്ടെന്നല്ല, ബാക്കി ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എനിക്ക് കിട്ടുന്ന നമ്പേഴ്സാണ് 8, 9, 2, 7, 4, പിന്നെ 1, 12, 3. ചിലപ്പോൾ എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും ഈ ഒരു നമ്പേഴ്സ് എല്ലാവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും റിലേഷൻ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ഇതായിരിക്കും നിങ്ങൾക്കിത്. നിങ്ങളെ ലക്കി നമ്പറോ അല്ലെങ്കിൽ ബർത്ത്ഡേ നമ്പറോ കണ്ടുമുട്ടിയ ദിവസത്തിൻ്റെ ഡേറ്റോ എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, സോ നമ്മളുടെ റീഡിങ് എന്തായിരുന്നു, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ഇതിൽ ലെസ്റ്റ് ആണോ ലവ് ആണോ. അപ്പോൾ ഫീലിങ്സ് എന്തായാലും ഇപ്പോഴും കാണുന്നുണ്ട്, ലവ് ഫീലിങ്സ് തന്നെയാണ്. ലവ് എന്ന് പറയുന്നത് അവിടെ ആ ഒരു പ്രണയമല്ല ഇവിടെ കാണിക്കുന്നത്, ജെനുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വിട്ടു പിരിയാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്കുള്ളൊരു സ്നേഹം ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ എത്രയൊക്കെ ഈ ഒരു പേഴ്സണിൽ നിന്നും അകന്നാലും, അവരെത്രയൊക്കെ നിങ്ങളിൽ നിന്നും അകന്നാലും എഗെയിൻ നിങ്ങൾ തമ്മിലൊരു കൂടിച്ചേരൽ അത് കുറേ നാളുകൾ എടുത്തിട്ടാണെങ്കിലും ഉണ്ടാവുന്നുണ്ട്. ഇവിടെ കണക്ഷൻ വിട്ടു പോകുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വീറ്റ് ഹാപ്പിനെസ്സും ഈ പറയുന്ന ലിറ്റിൽ ഇതും ട്രിക്റ്റേഴ്സും അപ്രേറ്റ് അല്ല വന്നത്, റിവേഴ്സ് ആണ് വന്നത്. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് പ്യുവർലി ഒരു ലവ് ജെനുവിൻ റിലേഷൻഷിപ്പാണ് അവിടെ ആ ഭാഗത്ത്.